الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فاليوم ننجيك ببدنك لتكون لمن خلفك آية وإن كثيرا من الناس عن آياتنا لغافلون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ സർവാധിനാഥന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ അള്ളാഹുവിനെ സദാസമയവും ഓർക്കുന്ന, അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമായ മുഹറം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു മാസത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹിജ്റ വർഷത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് ഒന്ന് രണ്ട് ഖുതുബകൾ നാം നിർവഹിക്കുകയുണ്ടായി. മുഹറം മാസത്തിൽ പ്രത്യേകമായി നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ബനൂ ഇസ്രായേല്യരുടെയും ചരിത്രങ്ങളും അവയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പേരു പറഞ്ഞ പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. 34 സൂറത്തുകളിലായി 136 സ്ഥലങ്ങളിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് പ്രതിപാദിക്കുന്നുണ്ട്. അതിനേക്കാളധികം നിരവധി ആയത്തുകളിൽ അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സമുദായമായ ബനൂ ഇസ്രായേല്യരെ കുറിച്ചും വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇത്രയും ആയത്തുകളിലും സൂറത്തുകളിലും ആ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട് എങ്കിൽ അത്രമാത്രം ഗുണപാഠം അതിൽ നിന്ന് ഉൾക്കൊള്ളാനുണ്ട് എന്നതുകൊണ്ട് തന്നെയായിരിക്കും അത്. എന്നിരുന്നാലും പല പ്രവാചകന്മാരുടെയും പേരിൽ വിശുദ്ധ ഖുർആനിൽ സൂറത്തുകൾ കാണാം. സൂറത്ത് മുഹമ്മദ്, സൂറത്ത് ഇബ്രാഹിം, അങ്ങനെയുള്ള സൂറത്ത് നൂഹ്, ഇങ്ങനെയുള്ള സൂറത്തുകൾ കാണാം. എന്നാൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേരു പറഞ്ഞുകൊണ്ടുള്ള പേരിലുള്ള ഒരു സൂറത്ത് ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല.
അങ്ങനെയുള്ള പ്രവാചകന്മാരുടെയും അതുപോലെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങളും നമ്മൾ കഥനങ്ങളായിക്കൊണ്ട് പറയുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. നീ ആളുകൾക്ക് ഖുർആനിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുക, അവർ ചിന്തിക്കുന്നവരും ഗ്രഹിക്കുന്നവരും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്നവരുമായി തീരും. പണ്ഡിതന്മാരായ ആളുകൾ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഫഇദാ തഫക്കറൂ അലിമു, അവർ ഖുർആൻ പറഞ്ഞതുപോലെ ചിന്തിക്കുന്നവരായാൽ അലിമു, അവർ പല കാര്യങ്ങളും മനസ്സിലാക്കും. വഇദാ അലിമു അമിലു, അങ്ങനെ അവർ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നവരായാൽ ഗുണപരമായ പല കാര്യങ്ങളും അവർ പ്രാവർത്തികമാക്കും. അതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. മുഹറം എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ മാസം ഒരു പ്രതീക്ഷയുടെ മാസമാണ്, അതുപോലെ തന്നെ ഒരു പ്രത്യാശയുടെ മാസമാണ്. കാരണം ചരിത്രത്തിൽ ഉദാഹരണമില്ലാത്ത വിധത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ള ഒരു ഭരണാധികാരി, ക്രൂരനായ സ്വേച്ഛാധിപതിയായ ഫിർഔൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ അക്രമത്തിൽ നിന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയും ജനതയും രക്ഷപ്പെട്ടിട്ടുള്ള ഒരു മാസമാണ് ഈ മാസം എന്ന് പറയുന്നത്. എന്നാൽ ഈ സ്വേച്ഛാധികാരിയെ പോലെയുള്ള, അതുപോലെ ഈ അക്രമകാരിയെ പോലെയുള്ള, ഏകാധിപതിയെ പോലെയുള്ള ഭരണാധികാരികൾ ഇന്നും ലോകത്തൊരുപാടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നാടും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ ഫറോവയുടെ ഏറ്റവും അടുത്ത ആളും രണ്ടാമത്തെ ആളുമായിരുന്ന ഹാമാൻ, ഈ ഹാമാനിനെ പോലെയുള്ള രണ്ടാമനും നമ്മുടെ ഭരണകൂടങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ആ ഭരണകൂടത്തിലെ ഏറ്റവും വലിയ മുതലാളിയായിരുന്ന ഖാറൂൻ മുതലാളി, അതുപോലെയുള്ള ഒരുപാട് മുതലാളിമാരും നമ്മുടെ രാജ്യത്തൊക്കെയുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആളുകൾ വിലയിരുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. രാജ്യത്തിന്റെ സമ്പത്തുക്കളിൽ മഹാഭൂരിഭാഗവും, സിംഹഭാഗവും 3-4 ആളുകളാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന്. ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ, രാജ്യത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ദരിദ്ര നാരായണന്മാരായ ആളുകളെ ഒരുപാട് കാണുന്നത് അങ്ങനെയൊരു അവസ്ഥ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്നവരാണ് എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഫറോവയെ പോലെയുള്ള, ഹാമാനെ പോലെയുള്ള, ഖാറൂനിനെ പോലെയുള്ള ആളുകൾ ഇന്ന് രാജ്യത്തും ലോകത്തുമൊക്കെയുണ്ട്. പക്ഷെ ചരിത്രം പരിശോധിക്കുമ്പോൾ അന്തിമ വിജയം വിശ്വാസികളായ ആളുകൾക്കാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. എല്ലാ പ്രവാചകന്മാരെ പോലെ തന്നെയും ഏറെ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നുപോയിട്ടുള്ള ഒരു പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ റഹിമല്ലാഹു മൂസ ഊദിയ അക്സറ മിന്നി ഫസബറ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ, കാരണം എന്നേക്കാൾ അധികം പരീക്ഷണങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിക്കുകയുണ്ടായി. പക്ഷേ ഫസബറ, എന്നിട്ടും അദ്ദേഹം ക്ഷമിക്കുകയാണ് ചെയ്തത് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ചിട്ടുള്ള പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. കല്ലമല്ലാഹു മൂസ തക്ലീമ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു അൻ-നിസായിലെ 164-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ബാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചുവെങ്കിലും അതൊക്കെ ഒരു മറയുടെ പിന്നിലായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ആ മലക്ക് മുകളിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് സംസാരിച്ചു എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് കലീമുള്ള
എന്ന പേരിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അറിയപ്പെടുന്നത്. അതുപോലെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് വേദം സ്വീകരിച്ചിട്ടുള്ള പ്രവാചകനും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മറ്റുള്ളവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന വഹി നൽകുകയും പിന്നീട് അത് ക്രോഡീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. എന്നാൽ മൂസാ നബിയുടേത് ഒന്നിച്ചു തന്നെ ആ വേദഗ്രന്ഥം വാങ്ങാൻ 40 ദിവസത്തെ ഒരുക്കത്തിന് ശേഷം പോയി ആ ഗ്രന്ഥം വാങ്ങിയിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ മുഹറം 10 നോമ്പിനെ കുറിച്ച് പറഞ്ഞിടത്തും ഖുർആൻ അതിന്റെ പ്രാധാന്യം നജ്ജല്ലാഹു ഫീഹി മൂസ വഅഗ്റഖ ആല ഫിർഔൻ ഫസ്വാമ മൂസ ശുക്രൻ ലില്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ആ മാസത്തിന്റെ ദിവസത്തിന്റെ ചരിത്രത്തിന്റെ പ്രാധാന്യമൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പല പ്രാധാന്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു മാസമാണ്, ചരിത്രമാണ് ഈ മുഹറമിൽ വിശ്വാസികളായ ആളുകൾക്ക് മനസ്സിലാക്കുവാനുള്ളത്, അയവിറക്കുവാനുള്ളത്, ഗുണപാഠം ഉൾക്കൊള്ളുവാനുള്ളത്. ആ ചരിത്രങ്ങളിലൂടെ ഞാൻ പ്രവേശിക്കുന്നില്ല, അതിന്റെ ഗുണപാഠങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി നൽകി പ്രവാചകനാക്കുകയുണ്ടായി. അതിനുശേഷം ആദ്യം കടന്നു ചെല്ലുന്നത് ഫറോവയുടെ അടുക്കലേക്ക് തന്നെയാണ്. അവിടെ അദ്ദേഹത്തിന്റെ നേരെ ചില കുറ്റങ്ങൾ ആരോപിക്കുവാനുണ്ട്. മുമ്പ് അബദ്ധത്തിൽ ഒരാളെ കൊലപ്പെടുത്തിക്കൊണ്ട് മദിയൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കടന്നു കളഞ്ഞിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ചരിത്രം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അവിടെ വന്നുകൊണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫറോവയോട് പറയുന്നത്, ഫറോവയുടെ വാദം അന റബ്ബുക്കുമുൽ ആഇല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, രക്ഷിതാവ്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോടാണ് ചോദിക്കേണ്ടത്, ഞാനാണത് പരിഹരിച്ചു തരേണ്ടത്. അങ്ങനെ ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവ്, റബ്ബ് എന്ന് വാദിക്കുന്ന ഫറോവയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അല്ല, നീ അല്ല റബ്ബ്, നീ അല്ല റബ്ബ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവൻ, ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ കഴിയുന്നവൻ, അവരുടെ വേദനകളും പ്രയാസങ്ങളും പറഞ്ഞാൽ പരിഹരിച്ചു കൊടുക്കുന്ന മറ്റൊരു റബ്ബുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, ആരാണ് ആ റബ്ബ്? ഫറോവ ചോദിച്ചു, ആരാണ് ആ റബ്ബ്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വിശദീകരിച്ചു കൊടുത്തു, ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞാൻ പറയുന്ന റബ്ബ് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടിപ്പ് നൽകിയിട്ടുള്ള ആളാണ്, അതിന്റെ രൂപകൽപ്പന നൽകിയിട്ടുള്ള ആളാണ്. സുമ്മ ഹദാ, പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള മാർഗദർശനം നൽകുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഒരു സൃഷ്ടികർമ്മം നീ നടത്തിയിട്ടില്ല. ഓരോ ജീവജാലങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മാർഗം നിനക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് റബ്ബാകാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരാളോട് മാത്രമേ പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഒരാളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്ന തൗഹീദിന്റെ അചഞ്ചലമായ സന്ദേശം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി അദ്ദേഹത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ലോകം നാം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അതേ ഫറോവമാരെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ലോകത്തെ നിയന്ത്രിക്കുന്നത് മുദബ്ബിറുൽ ആലം, ഇന്ന് ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള പലരുമാണ് എന്ന് പറയുന്ന, വാദിക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാവുന്നതാണ്. ലോകത്തിന്റെ നിയന്ത്രണം അവരുടെ കയ്യിലാണ്. മരിച്ചവരെ ജീവിപ്പിക്കാൻ അവർക്ക് കഴിയും. ആനകളോട് സംസാരിക്കുന്നവരാകുന്നു അവർ. പെട്രോൾ ഇല്ലാതെ വാഹനം ഓടിക്കാൻ കഴിവുള്ളവരാകുന്നു അവർ. അതുപോലെ ഗർഭപാത്രത്തിലെ പെൺകുട്ടിയെ മാറ്റി ആൺകുട്ടിയാക്കാൻ കഴിവുള്ളവരാകുന്നു അവർ. ഇങ്ങനെ ആത്മീയമായ തട്ടിപ്പുകളിലൂടെ ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹത്തെയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുക. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രവേശിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ കാണാം. സ്വലാത്തിന്റെ പേരിൽ, ദിക്റിന്റെ പേരിൽ, ജിന്ന് ഹാജരാകുന്നതിന്റെ പേരിൽ, അങ്ങനെയുള്ള സേവകളുടെ പേരിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അവരോട് പടപൊരുതാൻ അള്ളാഹു ആരെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന തൗഹീദായിരുന്നു മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ മുമ്പിൽ ആദ്യമായി സമർപ്പിച്ചത്. അതുകൊണ്ട് ഏകനായ ഒരു സിട്ടാവിനെ മനസ്സിലാക്കുവാനും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അഭൗതികമായ രൂപത്തിൽ അത് സമർപ്പിക്കുവാനും തേടുവാനും പ്രാർത്ഥിക്കുവാനും പരിഹരിക്കുവാനും
ഒരേ ഒരു കേന്ദ്രം മാത്രമേയുള്ളൂ, ഏകനായ രക്ഷിതാവ് മാത്രമാണ് എന്ന തൗഹീദിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ ആ ചരിത്രത്തിൽ നിന്ന് നമുക്കും സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സാഹിര്യങ്ങളുമായിട്ടുള്ള മത്സരം നമുക്കറിയാം. നാട്ടിലെ പഠിച്ച സാഹിര്യങ്ങളായ ആളുകളുമെല്ലാമായി മത്സരം നടത്തി അവസാനം അവിടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ പറഞ്ഞു, ഖാലൂ ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ, ഞങ്ങളിതാ മൂസായുടെയും ഹാറൂനിന്റെയും റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. അവരെ കൊണ്ടുവന്നത് ഫറോവയാണ്. അവർക്കുള്ള കാശ് കൊടുക്കാമെന്ന് പറഞ്ഞത്, സൗകര്യം കൊടുക്കാമെന്ന് പറഞ്ഞത് ഫറോവയാണ്. പക്ഷെ അവർക്ക് മനസ്സിലായി ഞങ്ങൾ ചെയ്തിട്ടുള്ളത് കൺകെട്ടാണ്, ജാലവിദ്യയാണ്. എന്നാൽ മൂസയുടെ കൈകളിലൂടെ പ്രകടമായത് അതല്ല. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആ ആളുകൾ ആ സത്യം അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. തങ്ങളെ വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഫറോവയോട് പോലും ചോദിച്ചില്ല. ഇവിടെ ഒരു ഗുണപാഠം നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്. ഇന്ന് സമൂഹത്തിൽ പല ആളുകൾക്കും നമ്മൾ ഈ പറയുന്ന തൗഹീദിന്റെ സന്ദേശം അവർക്കറിയാം. ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അംഗീകരിക്കാൻ പല പ്രയാസവും. കുടുംബമാണ് ചിലർക്ക് പ്രശ്നമായി തടസ്സമായി മാറുന്നത്, സമൂഹമാണ് ചിലർക്ക് തടസ്സമായി മാറുന്നത്, ജോലിയോ പദവികളോ ആണ് പലർക്കും തടസ്സമായി മാറുന്നത്. സത്യം പറയാനും തൗഹീദിന്റെ ആ സന്ദേശം വിളംബരം ചെയ്യാനും മടി കാണിക്കുന്നവരെ നമുക്ക് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും മഹലിലും ഒക്കെ കാണാം. ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ. എന്നാൽ ആ സാഹിര്യങ്ങൾ സത്യം മനസ്സിലാക്കിയപ്പോ അവിടെ വെച്ചുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞു, ആമന്നാ ബിറബ്ബി മൂസ വ ഹാറൂൻ, ഞങ്ങളിതാ വിശ്വസിച്ചു കഴിഞ്ഞു എന്ന്. അതിന്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വന്നു. നിങ്ങളെ ഞാൻ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞു, നിങ്ങളുടെ കൈകാലുകൾ അങ്ങങ്ങായി മുറിച്ചു കളയും എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞപ്പോഴും അവർ പറയുന്ന മറുപടി എന്താ? ഖാലൂ ലാ ഗൈറ ലനാ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. ഒരു വിരോധവുമില്ല, അത് നിനക്ക് ചെയ്യാൻ കഴിയും, അത് നിനക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ റബ്ബിന്റെ മുമ്പിൽ എത്തുമ്പോ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അതിൽ നിന്നുള്ള പ്രതിഫലം അള്ളാഹു നൽകുമെന്നാണ്. ഈ രണ്ടാമത്തെ ഭാഗത്തു നിന്നും ഇസ്ലാം ദീൻ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളത് അതൊരു രാജപാതയല്ല, മറിച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ജീവിത സഞ്ചാരത്തിന്റെ വഴികളാണ് എന്നതും നാം ആലോചിക്കേണ്ടതുണ്ട്. നമുക്ക് എന്ത് സഹിക്കേണ്ടി വന്നു, നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടായി, പ്രതിസന്ധികൾ ഉണ്ടായി, ഇനി അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഈമാനിന്റെ ബലത്തിൽ മറികടക്കുവാനും തരണം ചെയ്യുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നതും നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അതുപോലെ ഫറോവയുടെ അന്ത്യം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആയത്തിലൂടെ പറയുന്നത്, ഫൽയൗമ നുനജ്ജീക ബിബദനിക, നിന്റെ ശരീരത്തെ ഞാൻ സുരക്ഷിതമാക്കി വെക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിതകൂന ലിമൻ ഖൽഫക ആയ, ശേഷം വരുന്ന ആളുകൾക്ക് അതൊരു ദൃഷ്ടാന്തമാകുവാൻ വേണ്ടി എന്ന് ഖുർആൻ പറയുകയാണ്. ഫറോവയുടെ ആ ജഡം 1881 ചെങ്കടലിൽ വെച്ചുകൊണ്ട് കണ്ടെടുക്കുകയുണ്ടായി. 202 സെന്റിമീറ്റർ നീളമുള്ള ഒരു മനുഷ്യൻ. സാധാരണ മനുഷ്യൻ 165, 68, 70, 75 അത്രയൊക്കെയാണ് ഹൈറ്റ് ഉണ്ടാവുക. എന്നാൽ ഫറോവയുടെ ഹൈറ്റ് 202 സെന്റിമീറ്റർ ആയിരുന്നു. അതുപോലെ തന്നെ 3116 വർഷം കടലിൽ കിടന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ജഡം ലഭിക്കുന്നത്. എന്നാൽ അത്ഭുതമെന്നോണം അദ്ദേഹത്തിന്റെ ജഡത്തിന് ഒരു പരിക്കും സംഭവിച്ചിട്ടില്ല. മത്സ്യങ്ങൾ തിന്നുപോവുകയോ ചീഞ്ഞ് അളിഞ്ഞു പോവുകയോ എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു പരിക്ക് ആ മൃതശരീരത്തിന് ഏൽക്കുകയോ ചെയ്തിട്ടില്ല. കാരണം എന്താ? അള്ളാ ആദ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, നിന്റെ ബദനിനെ, നിന്റെ ശരീരത്തെ ഞാൻ സുരക്ഷിതമാക്കി വെക്കുമെന്ന്. ആ ഭൗതിക ശരീരം ഇന്നും നമുക്കറിയാം, ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ ഒരു ഗ്ലാസ് പെട്ടിയിൽ റോയൽ മമ്മി ഹാളിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അത് ടൂറിസ്റ്റുകളായ ആളുകൾക്ക് ആ റോയൽ മമ്മി ഹാൾ പരിശോധിക്കുന്ന അവിടെ പോകുന്ന സമയത്ത് ഫറോവയുടെ ആ ഭൗതിക ശരീരം കാണാവുന്നതാണ്. അവിടെയുള്ള മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത്, ആ റോയൽ മമ്മി ഹാളിലുള്ള മറ്റു മമ്മികളൊക്കെയും അവിടെ
അവർ അത് നശിച്ചു പോകാതിരിക്കാനുള്ള പല രൂപത്തിലുള്ള ക്രമീകരണങ്ങളോട് കൂടിയിട്ടാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത്, മരുന്നുകൾ പുരട്ടിക്കൊണ്ടാണ്. എന്നാൽ ഫറോവയുടെ ശരീരം മാത്രം ഒരു മരുന്നും പുരട്ടാതെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാണ്. അതിന് ഒരു പഴക്കമോ ഒരു നാശമോ സംഭവിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊരായത്തായി ലോകാവസാനം വരെ വെക്കുകയും ചെയ്യും. കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പോ ഖുർആനിൽ പറയുന്ന ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ നേരത്തെ നാം പറഞ്ഞു, ഒരു സ്വേച്ഛാധിപതിയായിരുന്നു, ഏകാധിപതിയായിരുന്നു എന്ന്. പക്ഷെ അവസാനം അന്ത്യം എങ്ങനെയാണ്? ആ കടലിൽ വെച്ചുകൊണ്ട് ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ടുള്ള ആ കടൽ ഒന്നായി ചേരുകയും അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഭരണം തങ്ങളുടെ കൈകളിലുണ്ട്, അധികാരത്തിന്റെ ചെങ്കോലുകളുണ്ട്, അതുപോലെ സമ്പത്തിന്റെ എല്ലാം ഉണ്ടായിട്ട് കൂടി തങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലോകത്ത് എത്രമാത്രം ഏകാധിപതികളും സ്വേച്ഛാധിപതികളും ക്രൂരന്മാരുമായ ഭരണാധികാരികൾ കടന്നുപോയിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെയുണ്ടാകുന്ന അന്ത്യം ഇതുപോലെയുള്ള അന്ത്യം തന്നെയായിരിക്കും എന്നാണ്. ഹിറ്റ്ലറിന്റെയും മുസോളിനിയുടെയും ചരിത്രം പഠിച്ചവരാണ് നമ്മൾ. അവർ രണ്ടുപേരും സൂയിസൈഡ് ചെയ്തവരാണ്, ആത്മഹത്യ ചെയ്തവരാണ്. ജൂതന്മാരായ ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഹിറ്റ്ലർ. അതുപോലെ തന്നെ ഗ്യാസ് ചേമ്പറുകളിൽ വെച്ച് ലക്ഷക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ക്രൂരത ചെയ്തിട്ടുള്ള ഹിറ്റ്ലർ അവസാനം ആത്മഹത്യ ചെയ്തതാണ്. മുസോളിനിയും അതേ രൂപത്തിൽ തന്നെയാണ്. ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചിട്ടുള്ള അലക്സാണ്ടർ ചക്രവർത്തി അവസാനം രോഗബാധിതനായി മരണപ്പെട്ടപ്പോ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് രണ്ട് കൈകളും ഇട്ടുകൊണ്ട് പറയാതെ പറഞ്ഞിട്ടുള്ളത്, തന്റെ സേവകരായ ആളുകളോട് പറഞ്ഞിട്ടുള്ളത്, ഇതാ അലക്സാണ്ടർ ചക്രവർത്തി ഒന്നും കൊണ്ടുപോകുന്നില്ലെന്ന് ലോകം മനസ്സിലാക്കട്ടെ, അതുകൊണ്ട് എന്റെ ശവമഞ്ചത്തിന്റെ രണ്ട് ഭാഗത്ത് ദ്വാരമിട്ട് എന്റെ കൈകൾ പുറത്തേക്കിടണമെന്നാണ്. ഇങ്ങനെയുള്ള ആളുകൾ ലോകത്ത് ചിരഞ്ജീവികളായി കഴിഞ്ഞുകൂടിയിട്ടില്ല. അവർക്ക് നാശം സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്, ആശ്വാസം നൽകുന്നതാണ് മൂസാ നബിയുടെ ചരിത്രം എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊന്ന് കൊട്ടാരം വെടിഞ്ഞ ഒരു രാജ്ഞിയെയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പോറ്റുമ്മ ആ കുട്ടി കടലിലൂടെ പെട്ടിയിൽ ഒഴുകി വന്നപ്പോ അത് കൈപ്പറ്റുകയും തന്റെ ഭർത്താവിനെ കൂടി വശീകരിച്ചുകൊണ്ട് കുട്ടിയെ പോറ്റാം എന്ന് പറയുകയും അവിടെ പോറ്റുകയും അങ്ങനെ അവിടെ തന്നെ വളരുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ആ ഉമ്മ അവസാനം ഈ സാഹിര്യങ്ങളൊക്കെ വിശ്വാസം പ്രഖ്യാപിച്ച ആ സമയത്ത് തന്നെ വിശ്വാസം പ്രഖ്യാപിച്ച് നമുക്ക് കാണാം. തന്റെ കിരീടം ഒഴിവാക്കുകയാണ്, ചെങ്കോൽ ഒഴിവാക്കുകയാണ്, തന്റെ അധികാരങ്ങളെല്ലാം അതൊന്നും എനിക്ക് വേണ്ട, പരവതാനിയും പട്ടുമെത്തകളും എനിക്ക് വേണ്ട, ഈ വിശ്വാസം ശരിയാണ്, മൂസ പറയുന്ന കാര്യം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിച്ചതിനാൽ എത്ര ക്രൂരമായ മർദ്ദനമാണ് ആസിയ ബീവിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതിന്റെ ഫലം ലോകാവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷരടക്കമുള്ള ആളുകൾക്ക് സമൂഹത്തിന്റെ ഒരു മാതൃകയായി കൊണ്ട് ഖുർആനിൽ ഉദാഹരിച്ചു. വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉദാഹരിക്കുകയാണ്. ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ഈ ആസിയ ബീവിയാണ് മാതൃക. പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിക്കുന്ന സമയത്ത് പറയുകയുണ്ടായി, ഫൈനൽ ജാറ ഖബ്ല ദാർ. ആസിയ ബീവി ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായ ആ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, സ്വർഗം തരണം റബ്ബേ എന്ന് പറയുന്നതിന് മുമ്പേ പടച്ചോനെ നിന്റെ സാമീപ്യം വേണം എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെ, ആ മഹദിയുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. സ്വർഗം മാത്രം പോരാ റബ്ബേ, നിന്റെ അടുത്ത് വേണം. ഇൻദക, നിന്റെ അടുത്ത് വേണം. അഥവാ സ്വർഗം കിട്ടുന്നതിന് മുമ്പേ പടച്ചവനെ നിന്റെ സാമീപ്യം എനിക്ക് വേണം എന്ന് ചോദിച്ച ആ മഹദിയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള
ആദർശ വീര്യമുള്ള, ത്യാഗം സഹിക്കാൻ സന്നദ്ധതയുള്ള ആളുകളെയാണ് നമ്മുടെ ഈ സമുദായത്തിൽ ആവശ്യം, സമൂഹത്തിൽ ആവശ്യം. ഇത് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചെങ്കടലിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെയും സമൂഹത്തെയും നമുക്ക് കാണാം. അവർ പറഞ്ഞു, മൂസായോട് എതിർത്തുകൊണ്ട് കയർത്തുകൊണ്ട് പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ, അവർ നമ്മെ ഇപ്പം പിടികൂടുമല്ലോ മൂസ, ഞങ്ങളെ കൊലക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ നീ എന്ന് നന്ദിയില്ലാത്ത ആ വർഗം പറഞ്ഞപ്പോ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പിന്നീടൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, കല്ലാ ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും രോഗങ്ങളും കഷ്ടപ്പാടുകളും കടന്നു വരുന്ന സമയത്ത് ഇത് പറയാൻ നമുക്ക് കഴിയുമോ? കല്ലാ ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ രക്ഷിതാവുണ്ട്. സ്നേഹനിധിയായ, കരുണാമയനായ, പരമകാരുണികനായ, ദയാപരനായ എന്റെ രക്ഷിതാവ് എന്റെ കൂടെയുണ്ട്. സയഹ്ദീൻ, അവൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരും. അങ്ങനെ മാർഗം കാണിച്ചു കൊടുത്തു, രക്ഷപ്പെട്ടു എന്നത് നമുക്കറിയാവുന്ന ചരിത്രമാണ്. പക്ഷേ അവിടെ ഈ വിശ്വാസം, ഈ തവക്കുലിന്റെ ആഴം നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവന് അള്ളാഹു ഏത് പ്രതിസന്ധിയിലും ഒരു മഖ്റജ് കാണിച്ചു കൊടുക്കും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാഹനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ഞാൻ നിങ്ങളുടെ കണ്ടനാളത്തേക്കാൾ നിങ്ങളോട് അടുത്തവരാണ്. ഈ ആയത്തുകളിലൊക്കെ പറയുന്ന പടച്ചവനുമായിട്ടുള്ള അടുപ്പം, അവനുമായിട്ടുള്ള സാമീപ്യം, അവനിൽ നമ്മുടെ ജീവിതത്തെ തവക്കുലാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ കാര്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടോ എന്നത് നാം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ഗുണപാഠങ്ങൾ ഈ ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. കൂടുതൽ നാം പഠിക്കുക, അറിയുക. ഈ ചരിത്രങ്ങളൊക്കെ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഗുണപാഠം ഉൾക്കൊള്ളാനുമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി ജീവിക്കുന്ന, ഖുർആനിൽ പറഞ്ഞ, ഇസ്ലാമിൽ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂ ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത്, ഊസീകും ഇബാദല്ലാഹി വ നഫ്സി സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച അവസാനത്തിൽ നാം പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ആ കുട്ടി മരണപ്പെട്ടു പോവുകയുണ്ടായി, തൈസാൻ എന്ന് പറയുന്ന ആ കുട്ടി. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും പിഞ്ചോമനകൾ, ചെറിയ കുട്ടികൾ പ്രായപൂർത്തി എത്തുന്നതിനൊക്കെ മുമ്പ് അങ്ങനെ നമുക്കുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. വലിയ ദുഃഖമാണ്, വലിയ പ്രയാസമാണ്, സങ്കടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുടുംബത്തിൻ്റെ സങ്കടം തീർത്തു കൊടുക്കുമാറാവട്ടെ. അതുപോലെ അള്ളാഹു പറഞ്ഞിട്ടുള്ള, പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അവിടെ ജീവിതത്തിൽ അവൻ വർഷിക്കുമാറാകട്ടെ. നമുക്ക് പ്രവാചകൻ പറഞ്ഞു തന്നിട്ടുള്ള, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നിന്ന് ഒരിക്കൽ പ്രവാചകൻ പറയുകയാണ്, ഞാൻ രണ്ടാളുകൾ വന്ന് എന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി, എന്നിട്ട് പുറപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പുറപ്പെട്ടു. അങ്ങനെ പോയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒരു ഭാഗത്ത് പറയുന്നത്, അങ്ങ് നോക്കിയപ്പോ ഒരു നല്ല ഇടതൂർന്ന ഒരു തോട്ടം, ആ തോട്ടത്തിന്റെ മധ്യത്തിൽ മിൻ കുല്ലി നൗരി റബീഅ്, വസന്തകാലത്തെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള എല്ലാ പൂക്കളും സൗകര്യങ്ങളുമുള്ള അങ്ങനെയുള്ള ഒരു തോട്ടത്തിന്റെ മധ്യത്തിൽ ഒരു നീണ്ട മനുഷ്യൻ. ആ നീണ്ട മനുഷ്യന്റെ ചുറ്റും ഒരുപാട് കുട്ടികൾ. ആ കുട്ടികളെ കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ മാ ഹൗലായി,
ആരാണിവർ, ഇവരെങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചപ്പോൾ അവർ വിശദീകരിച്ചു കൊടുക്കുകയാണ്, അത് ആ നീണ്ട മനുഷ്യൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. അദ്ദേഹത്തിന്റെ ചുറ്റിലുമുള്ള ആ കുട്ടികളില്ലേ, അവർ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളാണ്. നമുക്ക് എന്തൊരു സമാധാനം! നമ്മുടെ കുട്ടികൾ മരണപ്പെട്ടു പോയപ്പോൾ നമുക്ക് സങ്കടമുണ്ടായിട്ടുണ്ടെങ്കിലും വിഷമമുണ്ടായിട്ടുണ്ടെങ്കിലും അത് സ്വാഭാവികമാണെങ്കിലും ആ കുട്ടികൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സംരക്ഷണത്തിൽ ഇപ്പോഴും കഴിഞ്ഞുകൂടുകയാണ്. അതുപോലെ തന്നെ പ്രവാചകന്റെ മറ്റൊരു തിരുവചനത്തിൽ നമുക്ക് കാണാവുന്നതാണ്, ഇങ്ങനെയുള്ള കുട്ടികളുടെ റൂഹിനെ പിടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഖബലതും വലദ അബ്ദി, എന്റെ ഇന്നാലിന്ന അടിമകളുടെ മക്കളെ നീ പിടിച്ചോ, അവിടെ റൂഹിനെ പിടിച്ചോ? അപ്പൊ മലക്കുകൾ പറയും അതെ പിടിച്ചു. വീണ്ടും അള്ളാഹു ചോദിക്കും, ഖബലതും സമറത ഫുആദിഹി, അവന്റെ ഹൃദയത്തിന്റെ കഷ്ണമായ ആ കുഞ്ഞിനെ നിങ്ങൾ മരിപ്പിച്ചുവോ? അതെ എന്ന് വീണ്ടും ആ മലക്കുകൾ പറയും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഖാല അബ്ദി ഫയഖൂലൂന, അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, അങ്ങനെ മരിച്ച സമയത്ത് അവരെന്താ ചെയ്തത്? മാറത്തടിച്ച് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് എനിക്ക് ആരാണുണ്ടാവുക എന്ന രൂപത്തിൽ അട്ടഹസിക്കുകയാണോ ചെയ്തത്? അപ്പൊ മലക്കുകൾ പറഞ്ഞു, അല്ല, ഹമിദകല്ലാ വസ്തർജ, അവർ ചെയ്തത് നന്നെ സ്തുതിച്ചു അൽഹംദുലില്ലാ എന്ന് പറയുകയും ഇസ്തിർജാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറയുകയും ചെയ്തതാണ്. അങ്ങനെയാണ് അവർ ചെയ്തത് എന്ന് പറഞ്ഞപ്പം അള്ളാഹു പറയുന്നത്, എങ്കിൽ ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈതൽ ഹംദ്, അങ്ങനെയുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിത് വെക്കുക, ആ വീടിന് ഹംദിന്റെ വീട് എന്ന് പേര് പറയുകയും ചെയ്യുക എന്നാണ്. അപ്പൊ നമുക്ക് സങ്കടമുണ്ടായിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ടാകാം നമ്മുടെ ആ പ്രായത്തിലുള്ള മക്കളെ തിരിച്ചു വിളിക്കുന്നത്. അവിടെ പ്രവാചകൻ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ കുട്ടികൾക്ക് പടച്ചോനേക്ക് അവരുടെ തെറ്റ് പുറത്തു കൊടുക്കണേ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം തന്നെയല്ല. സാധാരണ മരിച്ച ആളുകൾക്ക് വേണ്ടി മഗ്ഫിറത്തും മർഹമത്തും നൽകണേ എന്നാണ് പ്രാർത്ഥിക്കാറുള്ളത്. എന്നാൽ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഉള്ള കുട്ടികൾക്കുള്ള പ്രാർത്ഥന തന്നെ മയ്യത്ത് നിസ്കാരത്തിൽ വേറെ പ്രാർത്ഥനയാണല്ലോ. കാരണം അവരുടെ പാപങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികളോട് പൊയ്ക്കോളി സ്വർഗത്തിലേക്ക് എന്ന് പറയുമ്പോൾ ആ വാതിൽക്കൽ നിന്ന് ആ കുട്ടികൾ പറയും, പടച്ചോനെ ഞാൻ ഒറ്റയ്ക്ക് പോകൂല, എൻ്റെ അമ്മാനെയും വാപ്പാനെയും കിട്ടണം, എൻ്റെ അമ്മാനെയും വാപ്പാനെയും കൂടെ കിട്ടണം. അങ്ങനെ അവർ വാശി പിടിക്കുമ്പോ ആ മാതാപിതാക്കളെ അവരുടെ കൂടെ നൽകും എന്നാണ് ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു. വിശ്വാസികളായ മാതാപിതാക്കളെ ആ രൂപത്തിൽ സ്വർഗത്തിലേക്ക് ആ മക്കളോടൊപ്പം. അപ്പോ ഇങ്ങനെ ചെറുപ്പത്തിലെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ഈ രൂപത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള മക്കളുടെ അവരുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആളുകളാണ് അവിടെ മാതാപിതാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്കെല്ലാം വേണ്ട ഒരു അറിവാണ്. അങ്ങനെയുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുക. അള്ളാഹു ആ കുടുംബത്തിനും ആ രൂപത്തിലുള്ള അനുഗ്രഹം നൽകുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇന്നും ക്യാൻസർ രോഗബാധിതനായ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിലുള്ള ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ആ പ്രാർത്ഥന കൊണ്ട് എല്ലാ അള്ളാഹു വിധിച്ച വിധികളെ വരെ മാറ്റാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ള ആളുകൾക്കും അതുപോലെ പല ശാരീരിക പ്രയാസങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്കും അല്ലാഹുവേ നിന്റെ കൃപയാൽ നിന്റെ ദയയാൽ അത്തരത്തിലുള്ള രോഗങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണമേ തമ്പുരാൻ. ഇന്ന് നമുക്ക് പിരിവായിട്ടുള്ളത് മദ്രസയുടെ പിരിവാണ്. ആ പിരിവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുത്തുവയിലും ഓരോ ഹദീസുകളും ആയത്തുകളും ഒക്കെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മറന്നാലും പടച്ചോ മറക്കാതെ നമുക്കതിന്റെ പ്രതിഫലം നൽകപ്പെടും എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ പ്രവാചകന്റെ ഒരു തിരുവചനം, മൻ തസദ്ദഖ ബിഇദ്ലി തംറത്തിൻ മിൻ കസബിൻ തയ്യിബിൻ, അനുവദനീയമായ ഹലാലായ സമ്പാദ്യത്തിലൂടെ ഒരാൾ ദാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനിഹി, തന്റെ വലം കൈ കൊണ്ട് അല്ലാഹു ആ ദാനം സ്വീകരിക്കുമെന്നാണ്. സുമ്മ യുറബ്ബിഹാ ലിസാഹിബിഹാ കമാ യുറബ്ബി അഹദുക്കും ഫുലുവഹു, എന്നിട്ട്
തങ്ങളുടെ ഒട്ടകക്കുട്ടികളെ, അറബികൾക്ക് ഒട്ടകവും അതിനെ വളർത്തുന്നത് പറഞ്ഞാൽ പെട്ടെന്ന് തിരിയും, തങ്ങളുടെ ഒട്ടകക്കുട്ടികളെ എത്ര ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി അവർ പോറ്റി വളർത്തുന്നുണ്ടോ അതുപോലെ ആ ദാനത്തെ അള്ളാഹു പോറ്റി വളർത്തും. എന്നിട്ട് ഹത്താ തകൂന മിസ്ലൽ ജബലി, ഒരു പർവ്വതം കണക്കേ അതായിത്തീരുന്നത് വരെ. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ. നമ്മൾ ഈ കൊടുക്കുന്ന ചില്ലറ തുട്ടുകൾ നാളെ ഒരു മല കണക്കെ, ഉഹുദിന്റെ മലയെപ്പോലെ, അതുപോലെ ഏറ്റവും വലിയ പർവ്വത സമാനം നമുക്ക് മുമ്പിൽ നന്മകളുടെ പ്രതിഫലത്തിന്റെ കൂമ്പാരങ്ങളായി നമ്മെ മറ്റാരും സഹായിക്കാനില്ലാത്ത ആ സമയത്ത് നമ്മുടെ മുമ്പിൽ കാണും. അതുകൊണ്ട് ഓരോ വെള്ളിയാഴ്ചയും കടന്നു വരുമ്പോ ദിവസങ്ങളുടെ നേതാവായ ഈ വെള്ളിയാഴ്ചയിൽ എനിക്ക് കിട്ടുന്ന ഒരു സുവർണാവസരമാണ് ഈ കളക്ഷൻ, ഈ പിരിവ് എന്ന സതുദ്ദേശത്തോടു കൂടി, നിയ്യത്തോടു കൂടി അതിലേക്ക് ധർമ്മം ചെയ്യാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അവർക്കും നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ആളുകൾക്ക് നീ അതിൽ നിന്നൊക്കെ മോചനം നൽകണമേ റഹ്മാനെ. ഈമാനോട് കൂടി ജീവിച്ച് അങ്ങനെ തന്നെ മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.